ഹായ് ഓൾ. അപ്പൊ നമ്മളെ മോഷൻ ഓഫ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡിന്റെ ഏറ്റവും ലാസ്റ്റ് സെഷനിക്ക് വരികയാണ്. ഓക്കെ, അപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ആണ്. ആ വലിയ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്, അതൊക്കെ നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. ഇവഞ്ച്വലി എന്താ പറയാ, ഏറ്റവും ലാസ്റ്റ് എങ്ങനെയൊക്കെ പറഞ്ഞാലും പി കൂടുമ്പോൾ, പ്രഷർ കൂടുമ്പോൾ അവിടെ എന്ത് ചെയ്യും, വെലോസിറ്റി കുറയും. അല്ലെങ്കിൽ പ്രഷർ കുറയുമ്പോൾ വെലോസിറ്റി കൂടും. ഇതാണ് ശരിക്കും പറഞ്ഞ ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമോ വെച്ചാൽ അരമാർക്കൊക്കെ തരുള്ളൂ. പക്ഷെ ക്വസ്റ്റ്യന് മൊത്തം ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഫ്ലൂയിഡ് എപ്പോഴും ഹൈ പ്രഷറിന് ലോ പ്രഷറുള്ള റീജിയൻക്കാണ് പോവുക. ഹൈ പ്രഷർ റീജിയന് ലോ പ്രഷറുള്ള റീജിയൻക്കാണ് നമ്മൾ സാധാരണ ഫ്ലൂയിഡ് പോവുകയും ചെയ്യുക. അപ്പൊ ഇത് വെച്ചിട്ട് ധാരാളം അപ്ലിക്കേഷൻസ് ഉണ്ട്. സോ അപ്ലിക്കേഷൻസ് എല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അപ്ലിക്കേഷൻ, രണ്ടാമത്തെ അപ്ലിക്കേഷൻ ആണ് വെഞ്ചുറി മീറ്റർ. അപ്പൊ ഒന്നാമത്തെ ഇവിടെ പോയി നോക്കാം. സോ ഒന്നാമത്തെ അപ്ലിക്കേഷൻ ആണ് അറ്റോമൈസർ അല്ലെങ്കിൽ സ്പ്രേയർ. ഓക്കെ, ഇതേപോലത്തെ ഒരു സാധനം നമ്മൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവും. വേണ്ട, നമ്മൾ ഈ പെർഫ്യൂം ഒക്കെ അല്ലേ, അതായത് സ്പ്രേ പെർഫ്യൂം അടിക്കുമ്പോൾ, അതേപോലെ ചെടിക്ക് വെള്ളമടിച്ചു കൊടുക്കുമ്പോൾ, അതേപോലെ ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിക്കുമ്പോൾ ഇതേപോലത്തെ ഒരു സാധനമാണ് യൂസ് ചെയ്യാറ്. സോ എങ്ങനെ നമ്മൾ ഒരൊറ്റ പിസ്റ്റൺ അങ്ങോട്ട് മുകളിൽ വെക്കാൻ എന്ത് ചെയ്യും, അത് സ്പ്രേ പോലെ ഇങ്ങോട്ട് വരും. നമ്മുടെ താഴത്തെ ഫ്ലൂയിഡ് എന്താണോ, ഇപ്പോൾ എന്താ പറയുക, പെർഫ്യൂം ആണെങ്കിൽ പെർഫ്യൂം സ്പ്രേ ആയിട്ട് വരും. സോ അതെങ്ങനെ സംഭവിക്കുന്നു, അതും ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ അപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഈ സ്പ്രേയറിന്റെ വേറെ പേരാണ് അറ്റോമൈസർ. ഓക്കെ, സ്പ്രേയറിന്റെ വേറെ പേരാണ് അറ്റോമൈസർ. സോ ദ കോമൺ ഫോം ഓഫ് അറ്റോമൈസർ ഈ ഷോൺ ബിലോ. ഓക്കെ, അപ്പൊ ഒരു സാധാ പോലുള്ള ഒരു അറ്റോമൈസറിന്റെ കോമൺ ഫോം, സാധാ പോലുള്ള ഒരു ഫോമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിന്റെ എങ്ങനെ ഇത് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, വെൻ ദ പിസ്റ്റൺ ഈസ് പ്രസ്ഡ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്. ഈ പിസ്റ്റൺ നമ്മൾ എന്ത് ചെയ്തു, പ്രഷർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോ പ്രഷർ ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുക, ദ എയർ ഈസ് റഷ്ഡ് ത്രൂ ദ ഹൊറിസോണ്ടൽ ട്യൂബ് വിത്ത് ഹൈ സ്പീഡ്. ഓക്കെ, നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഇതിനെ പിടിച്ച് പ്രസ് ചെയ്യുമ്പോൾ, ഇതിലൂടെ നമ്മളിങ്ങനെ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇതിനുള്ളിലൂടെ എന്ത് ചെയ്യും, എയർ ഇവിടെ ഒന്നും ഫ്ലൂയിഡ് ഇല്ല, ഇതിലൂടെ എന്ത് ചെയ്യും, എയർ ഭയങ്കര സ്പീഡിൽ ഹൈ വെലോസിറ്റിയിൽ എങ്ങനെ പോവാം, ഹൈ വെലോസിറ്റിയിൽ ഈ റീജിയൻ കൂടെ എയർ ട്രാവൽ ചെയ്യും. കണ്ടല്ലേ, അക്കോർഡിംഗ് ടു ബെർണോളിസ് പ്രിൻസിപ്പിൾ എ ലോ പ്രഷർ P2 ഈസ് ക്രിയേറ്റഡ് ഇൻസൈഡ് ദ ഹൊറിസോണ്ടൽ ട്യൂബ്. അതായത് ഈ എയർ ഇങ്ങനെ ഹൈ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യും. ബെർണോളിസ് തിയർ എന്താ പറയുന്നത്, വെലോസിറ്റി കൂടിയാൽ പ്രഷർ കുറയും. ഓക്കെ, സോ നമ്മൾ ഈ സാധനം പ്രസ് ചെയ്തപ്പോൾ ഹൈ വെലോസിറ്റിയിൽ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ എത്തി. ഈ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോൾ എന്താ സംഭവിച്ചാറ്, ഈ ഭാഗത്ത് എത്തിയപ്പോൾ ഹൈ വെലോസിറ്റി കാരണം ഈ ഭാഗത്തെ പ്രഷർ സപ്പോസ് P2 ആയിക്കോട്ടെ, അത് കുറഞ്ഞു. ഓക്കെ, ഈ P2 എന്ന് പറഞ്ഞ ഭാഗത്ത് ഈ ഒരു നാരോ എൻഡിലുള്ള പ്രഷർ P2 കുറഞ്ഞു. ഓക്കെ, P2 കുറഞ്ഞു. അപ്പൊ ഇവിടെ താഴെ P1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രഷർ ഉണ്ട് ഈ ഫ്ലൂയിഡ് ഉള്ളത്. ഓക്കെ, സോ P1നേക്കാൾ P2 എന്ത് ചെയ്തു, കുറഞ്ഞു. അതായത് ഫ്ലൂയിഡ് എപ്പോഴും ഹൈ പ്രഷറിന് ലോ പ്രഷർക്കാണ് പോവുക. ഹൈ പ്രഷറിന് ലോ പ്രഷർക്കാണ് ഫ്ലൂയിഡ് പോവുക. സോ P2 എന്നുള്ള ഭാഗത്ത് ലോ പ്രഷറും P1 എന്നുള്ള ഭാഗത്ത് ഹൈ പ്രഷറും. സോ എന്താ സംഭവിക്കുക, ഇവിടുത്തെ ഫ്ലൂയിഡ് ഒക്കെ ഈ പൈപ്പ് കൂടെ നേരെ ഇങ്ങോട്ട് കയറി വരും. എന്നിട്ട് നേരെ ഈ ഭാഗത്ത് പോയിട്ട് ആ സാധനം ഇങ്ങോട്ട് സ്പ്രേ ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്, which is less than. Okay, according to Bernoulli's principle, low pressure P2 is created inside the horizontal tube, which is less than the pressure P1 of the fluid in the bottle, due to which the fluid rises through the vertical tube and is sprayed along with air. സോ ആ പ്രഷർ, ഹൈ പ്രഷർ ലോ പ്രഷർ ഇതിൽ ഒരൊറ്റ പോക്കായിരിക്കും, അത് ഹൈ പ്രഷറിൽ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യും. ഓക്കെ, സോ സംഭവം എന്താ, അവിടുത്തെ പ്രിൻസിപ്പിൾ എന്താണ്, വളരെ സിമ്പിൾ. നമ്മൾ ഇത് പ്രസ് ചെയ്തപ്പോൾ എയർ ഹൈ വെലോസിറ്റിയിൽ വന്ന് മൂവ് ചെയ്തു. ഹൈ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് പ്രഷർ കുറയും, P2 എന്നുള്ള ഭാഗത്ത് പ്രഷർ കുറയും. സോ P1നേക്കാൾ P2 കുറഞ്ഞു, അതായത് ഹൈ പ്രഷറും ലോ പ്രഷർക്കാണ് ഫ്ലൂയിഡ് പോവാം. സോ ഒറ്റയടിക്ക് അങ്ങോട്ട് പൊന്തി നേരെ പോയിട്ട് സ്പ്രേ ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് അറ്റോമൈസർ ഓർ സ്പ്രേയർ. ഓക്കെ, സോ സ്പ്രേയർ അതേപോലെ അറ്റോമൈസറിന്റെ ഒക്കെ പ്രിൻസിപ്പിൾ ഇതാണ്. ഓക്കെ, പ്രഷർ കൂടുമ്പോൾ വെലോസിറ്റി കുറയും, അല്ലെങ്കിൽ വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയും, അല്ലെങ്കിൽ പ്രഷർ കുറയുമ്പോൾ വെലോസിറ്റി കൂടും. ഓക്കെ, സോ അതാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു ഭാഗത്ത് ഞാൻ കമ്പോസ് ചെയ്ത കൺസെപ്റ്റ്. ഓക്കെ, സോ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ അപ്ലിക്കേഷൻ അറ്റോമൈസർ ഓർ സ്പ്രേയർ കഴിഞ്ഞു. ദെൻ വി ആർ ഗോയിങ് ഫോർ വെഞ്ചുറി മീറ്റർ. ഓക്കെ, വെഞ്ചുറി മീറ്റർ, ഇത് കുറച്ച് പറയാനുണ്ട്, കുറച്ചല്ല ഇത്തിരി പറയാനുള്ളൂ. കുറച്ച് ചെയ്യാനും വലിയ സംഭവമൊന്നുമില്ല. ഓക്കെ, സോ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു സംഭവത്തിനെ പറയുന്ന പേരാണ് വെഞ്ചുറി മീറ്റർ. ഈ എ എന്ന് പറയുന്നത് ബ്രോഡ് എൻഡ് ആണ്. ഓക്കെ, എ എന്ന് പറയുന്ന ഭാഗം ഭയങ്കര ബ്രോഡാണ് അല്ലെ. സോ ഭയങ്കര ബ്രോഡ് റീജിയൻ ആണ് ഈ എ എന്ന് പറയുന്നത്, ഭയങ്കര ബ്രോഡ് റീജിയൻ ആണ് അല്ലെ. എ എന്ന് പറയുന്നത് വളരെ ബ്രോഡ് റീജിയൻ ആണ്. ഇവിടെ ബി എന്ന് പറയുന്ന ഈ ഭാഗം വളരെ നേരോ ആയിട്ടുള്ള റീജിയൻ ആണ്. ഓക്കെ, ഭയങ്കര നേരോ ആയിട്ടുള്ള റീജിയൻ ആണ്. സോ ഇതാണ് വെഞ്ചുറി മീറ്റർ. അപ്പൊ നമുക്ക് നോക്കാം ഇതിന് എന്തൊക്കെയാ പറയുന്നത്. ഓക്കെ,
It is the device to measure the flow of incompressible fluid. Compress ചെയ്യാൻ പറ്റാത്ത incompressible fluidന്റെ flow measure ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് വെഞ്ചുറിമീറ്റർ. Okay, it consists of a tube with a broad diameter at two end and a narrow region at the middle. Okay, ഇതിൽ രണ്ട് ഭാഗത്ത് ബ്രോഡ് റീജിയനിലുള്ള രണ്ട് വെസലുകൾ ഉണ്ട്. അതേപോലെ അതിന്റെ ഇതും ബ്രോഡ് റീജിയൻ ആണ്. അതേപോലെ തന്നെ അതിന് സെൻട്രൽ മിഡിലായിട്ട് ഒരു നാരോ റീജിയനുള്ള ഭാഗത്ത് ചെറിയ വെസലും കൂടെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. A U-tube manometer is connected between the narrow and wide region as shown below. ഓക്കെ, ഈ നാരോ റീജിയൻ അതേപോലെ ഇതാണ് അവിടുത്തെ നാരോ റീജിയൻ. ഓക്കെ, ഈ നാരോ റീജിയനെയും ബ്രോഡ് റീജിയനെയും കണക്ട് ചെയ്തിട്ട് ഇതൊരു യു ഷേപ്പുള്ള ഒരു ഡിവൈസ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ യു ഷേപ്പുള്ള ഡിവൈസിനെ പറയുന്ന പേരാണ് മാനോമീറ്റർ. എന്താ പേര്? മാനോമീറ്റർ. ഓക്കെ, ഈ വെഞ്ചുറിമീറ്ററിന്റെ ഈ ഭാഗത്തുള്ള ബ്രോഡ് എൻഡിനും നാരോ എൻഡിനും ഒരു ഫ്ലൂയിഡ് ആണ്, അതിന്റെ ഡെൻസിറ്റി ആണ് റോ. പക്ഷെ മാനോമീറ്ററിന്റെ ഉള്ളില് വേറെ ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. അതിന്റെ ഉള്ളില് ബ്രോഡ് എൻഡിനെയും നാരോ എൻഡിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് മാനോമീറ്റർ. അതിന്റെ ഉള്ളിൽ വേറെ ഒരു ഫ്ലൂയിഡ് ആണ്, അതിന്റെ ഡെൻസിറ്റി റോ എം ആണ്. അതുകൊണ്ടാണ് രണ്ട് ഫ്ലൂയിഡിന്റെ ഒന്ന് ചുവപ്പും ഒന്ന് കാപ്പിയും അതായത് ബ്രൗണും ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടുന്ന് ഇതുവരെയുള്ള ഹൈറ്റ് ആണ് എച്ച്. സോ എല്ലാം ഓൾറെഡി ഗിവൺ ആണ്. എ എന്നുള്ള ഭാഗത്തിലെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതാൻ മറന്നിട്ടുണ്ട്. എ എന്നുള്ള റീജിയന്റെ വെലോസിറ്റി ആണ് V1, പ്രഷർ ആണ് P1, ഈ ഭാഗത്തുള്ള ഏരിയ ആണ് A1. അതേപോലെ ബി എന്നുള്ള നേരോ ഭാഗത്തിലെ പ്രഷർ ആണ് P2, വെലോസിറ്റി ആണ് V2. ഓക്കെ, V2 ആണത്. അതേപോലെ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് A2 ആയിരിക്കും. ഓക്കെ, അതും ഓൾറെഡി ഇവിടെ ഗിവൺ ആണ്. സോ ഇത്രയേ ഉള്ളൂ. ഇത് മാനോമീറ്റർ. അപ്പൊ പ്രത്യേകം നോക്കണം, ഈ റോ എം എന്ന് പറഞ്ഞാൽ എന്താണ്? മാനോമീറ്ററിന്റെ ഉള്ളത്തെ ഫ്ലൂയിഡ് ഡെൻസിറ്റി ആണ്. ഓക്കെ, സോ ഡെൻസിറ്റി ഓഫ് മാനോമീറ്റർ ഫ്ലൂയിഡ്. ഓക്കെ, മാനോമീറ്റർ ഫ്ലൂയിഡിന്റെ ഉള്ളിലത്തെ ഡെൻസിറ്റി ആണെന്ത്? റോ എം എന്ന് പറയുന്നത്. റോ എന്ന് പറയുന്നത് എന്താണ്? റോ എന്ന് പറഞ്ഞത് ഈ ഒരു ബ്രോഡ് എൻഡിലുള്ള ഡെൻസിറ്റി വെഞ്ചുറിമീറ്ററിലുള്ള ഫ്ലൂയിഡ് ഡെൻസിറ്റി. സോ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻ വെഞ്ചുറിമീറ്റർ. ഓക്കെ, വെഞ്ചുറിമീറ്റർ എന്ന് പറഞ്ഞാൽ ആ മൂന്നെണ്ണേ ഉള്ളൂ, മാനോമീറ്ററും കൂടെ കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ പിന്നെ അവിടെ പ്രഷർ P2, V2, A2 എന്നൊക്കെ പറഞ്ഞ നാരോ എൻഡിലുള്ള പ്രഷറും വെലോസിറ്റിയും ഏരിയ റെസ്പെക്റ്റീവ്ലി. അതേപോലെ ബ്രോഡ് റീജിയനിലാണ് A1, P1, V1. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ ചെയ്യും? പിന്നെ പ്രത്യേകം നോക്കണം, ഇവിടുത്തെ വെലോസിറ്റി, ഇവിടെ ഏരിയ കുറവായതുകൊണ്ട് നമുക്കറിയാം ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയും. അതായത് വെലോസിറ്റി ഇവിടെ ഏരിയ ഈ നാരോ എൻഡിൽ വെലോസിറ്റി വളരെ കൂടുതലായിരിക്കും, കാരണം ഇവിടുത്തെ ഏരിയ കുറവാണ്. സോ V2 ആണ്, V2 ഗ്രേറ്റർ ദാൻ V1 എന്ന് എഴുതി വെക്കണം. കാരണം എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതി വെച്ചത്? കാരണം നാരോ എൻഡിൽ ഏരിയ കുറവായതുകൊണ്ട് വെലോസിറ്റി കൂടുതലാണ്. ഈ ഭാഗത്തിൽ ഏരിയ കൂടുതലാകുമ്പോൾ വെലോസിറ്റി കുറയും. സോ V2 ഗ്രേറ്റർ ദാൻ V1 എന്ന് എഴുതി വെക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. സോ എ എന്നുള്ള റീജിയൻ ഉണ്ട്, ബി എന്നുള്ള റീജിയൻ ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിവിടെ ഏത് അപ്ലൈ ചെയ്യണം? നമുക്കിവിടെ ബെർണൂളിസ് തിയറം അപ്ലൈ ചെയ്യണം. സോ നമ്മൾ ബെർണൂളിസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ അക്കോർഡിംഗ് ടു ബെർണൂളിസ് പ്രിൻസിപ്പിൾ, അക്കോർഡിംഗ് ടു ബെർണൂളിസ് പ്രിൻസിപ്പിൾ. ബെർണൂളി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആട്ടോ. ബെർണൂളിസ് പ്രിൻസിപ്പിൾ നമ്മളൊരു ഇക്വേഷന് നേരത്തെ നമ്മൾ അവിടെ എഴുതി വെച്ചിരുന്നു. എന്തായിരുന്നു ഇക്വേഷൻ? P1 by rho plus, P1 by rho plus എന്തായിരുന്നു? ഇവിടെ പ്രിൻസിപ്പിൾ അറ്റ് A and B. A നും B ലുള്ള എടുക്കണം കേട്ടോ. P1 by rho plus പ്ലസ് ഹാഫ് V1 സ്ക്വയർ പ്ലസ് GH1 ഈക്വൽ ടു P2 by rho plus ഹാഫ് V2 സ്ക്വയർ പ്ലസ് GH2. ഓക്കെ, ഇങ്ങനെ തന്നെ നമ്മൾ എഴുതിയതിന്. യെസ്, ഇത് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് നമ്മൾ എഴുതിയിരുന്നത്. പക്ഷെ ഇവിടെ GH1, GH2 മക്കളെ നമ്മൾ എടുക്കുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇതാണ് ഈ പോയിന്റ് രണ്ടോടത്തും സെയിം ആണ്. സോ രണ്ട് ഹൈറ്റും സെയിം ലെവലാണ്. ഓക്കെ, രണ്ടും ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനിൽ ഹൊറിസോണ്ടൽ എന്ന് കണ്ടാൽ ഹൈറ്റ് രണ്ടും സെയിം ആണ്. സോ H1 H2 നമ്മൾ കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, സോ H1 H2 എട്ടാനുള്ള കാരണം എന്താണ്? സെയിം ഹൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ GH1 അതേപോലെ GH2 എന്നുള്ള ടേം നമുക്ക് ഇനി എഴുതേണ്ട ആവശ്യമില്ല, കാരണം സെയിം ഹൈറ്റ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? P1 by rho പ്ലസ് എന്ത് കിട്ടി? ഹാഫ് V1 സ്ക്വയർ ഈസ് ഈക്വൽ ടു P2 by rho പ്ലസ് എന്ത് കിട്ടി? പ്ലസ് ഹാഫ് V2 സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അറിയാം. എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി? A1 V1 ഈക്വൽ ടു A2 V2. അങ്ങനെ ഇവിടെ V2 മാറ്റാൻ പോവാണ്. സോ ഇവിടെ V2 വെച്ചിട്ട് ബാക്കിയൊക്കെ എഴുതും. സോ V2 ഈസ് ഈക്വൽ ടു A1 V1 ഓൾ ഡിവൈഡ് ബൈ A2 അല്ലെ? ഓക്കെ, ഇനി നമ്മൾ അത് മൊത്തം ഇവിടെ കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ മൊത്തം നമ്മൾ ഇവിടെ കൊടുക്കാൻ പോവാണ്. ഞാൻ V2 ഞാൻ ഇങ്ങനെ എഴുതിക്കോട്ടെ. V2 ഈസ് ഈക്വൽ ടു A1 by A2 ഇൻറ്റു V1 എന്ന് കൊടുക്കാൻ പോവാണ്. ഓക്കെ,
പിന്നെ ഇതിന്റെ സ്ക്വയർ ചെയ്യണം. സോ v2 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇതൊരു സ്ക്വയർ. സോ a1/a2 എന്താ പറയുക, ഒരു സ്ക്വയർ ഹോൾ സ്ക്വയർ ഇൻറ്റു v1 സ്ക്വയർ. സോ ഞാൻ അത് നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. സോ ഐ ആം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഹിയർ. ഓക്കെ, സോ എന്ത് കിട്ടും, p1/ρ ഓക്കെ പ്ലസ് ഹാഫ് ഇൻറ്റു v1 സ്ക്വയർ ഈസ് ഈക്വൽ ടു p2/ρ പ്ലസ് ഹാഫ് ഇൻറ്റു v2 സ്ക്വയർ ആണ്. v2 സ്ക്വയറിന് എന്താണ്, a1/a2 ഓക്കെ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു v1 സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഏറെക്കുറെ സംഭവമൊക്കെ സെറ്റ് ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന പറയും, ഇനി നമ്മൾ വളരെ സിമ്പിൾ പരിപാടിയാണ്. ഞാൻ എന്ത് ചെയ്തു, ഈ p2/ρനെ ഞാൻ ഇങ്ങോട്ട് എടുക്കും, അതേപോലെ ഹാഫ് v1 സ്ക്വയറിന് ഞാൻ ഇങ്ങോട്ട് എടുക്കും. ഓക്കെ, അത് എന്തിനാ എടുക്കുന്ന വെച്ചാൽ അവിടെ കുറെ കോമൺ ആക്കാൻ നമുക്കുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് വരും, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ p1/ρ ഓക്കെ p1/ρ ഇവിടെ p2/ρനെ ഇങ്ങോട്ട് എടുത്തു. സോ മൈനസ് p2/ρ ഓക്കെ ഈസ് ഈക്വൽ ടു ഇവിടെ ഹാഫ് a1/a2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു v1 സ്ക്വയർ ഉണ്ട്. സോ ഹാഫ് എന്ത് കിട്ടി, ഈ a1/a2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു v1 സ്ക്വയർ, പിന്നെ ഈ പ്ലസ് ഹാഫ് v1 സ്ക്വയറിന് ഇങ്ങോട്ട് എടുത്തു. സോ നമുക്ക് എന്ത് കിട്ടും, മൈനസ് ഹാഫ് എന്ത് കിട്ടും, v1 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇവിടെ റോ കോമൺ ആണ് അല്ലെ. സോ അത് നമുക്ക് ഡിനോമിനേറ്റർ ആയതുകൊണ്ട് ഒറ്റയടിക്ക് എഴുതാം. സോ p1 മൈനസ് p2 ബൈ എന്ത് എഴുതാം, റോ എന്ന് എഴുതാം ഈസ് ഈക്വൽ ടു ഇവിടെ രണ്ടോടത്തും ഹാഫ് ഉണ്ട് v1 സ്ക്വയർ ഉണ്ട്, ഇവിടെ ഹാഫ് ഉണ്ട് v1 സ്ക്വയർ ഉണ്ട്, ഇവിടെയും ഹാഫ് ഉണ്ട് v1 സ്ക്വയർ ഉണ്ട്. സോ ഐ വിൽ ടേക്ക് ഹാഫ് v1 സ്ക്വയർ ഔട്ട് സൈഡ്. ഓക്കെ, സോ ഹാഫ് v1 സ്ക്വയറിന് എടുത്താൽ പിന്നെ ഇവിടെ എന്താ ഉള്ളത്, a1 മൈനസ് a2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, a1 മൈനസ് a2 ദ ഹോൾ സ്ക്വയർ, പിന്നെ ഇവിടെ അതൊക്കെ പോയാൽ -1 ഉണ്ടാവും. ഓക്കെ, ഒരു -1 ഉണ്ടാവും. ഓക്കെ, സോ ഇത്രയൊക്കെ എത്തി. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് p1 മൈനസ് p2 കാണണം. പ്രഷർ ഡിഫറൻസ് p1 മൈനസ് p2 നമുക്ക് കാണാണ്ട്. അപ്പൊ അതെങ്ങനെ കാണാൻ നോക്കാം. ഓക്കെ, p1 മൈനസ് p2 എന്ന് പറഞ്ഞാൽ പ്രഷർ ഡിഫറൻസ് ആണ്. സോ പ്രഷർ എന്താ പറയാ, പ്രഷർ ഡിഫറൻസ് എന്താ പറയാ, p1 മൈനസ് p2. ഓക്കെ, p1 മൈനസ് p2 ക്യാൻ ബി മെഷേർഡ് ആസ് ക്യാൻ ബി എന്താ പറയാ മെഷേർഡ് ഫ്രം ഓക്കെ p1 മൈനസ് p2. ഓക്കെ, അതെങ്ങനെ കാണുന്നു എന്ന് നോക്കാം. p1 മൈനസ് p2 നമുക്കറിയാം എന്താ പറയാ, p1 മൈനസ് p2 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹൈറ്റ് ആണ്. ഈ വെഞ്ചുറിമീറ്ററിനെ നോക്കുക, ഇവിടെ p1 ഉണ്ട്, അതേപോലെ p2 ഉണ്ട്. അത് രണ്ടും കൂടെ കണക്ട് ചെയ്തത് ഈ ലിക്വിഡ് ആണ്. സോ നമ്മൾ ഈ ലിക്വിഡ് ഇത് കണക്ട് ചെയ്ത് തന്നെ ഈ പ്രഷറിന്റെ ഡിഫറൻസ് എടുക്കാനാണ്. സോ നമുക്കറിയാം p1 മൈനസ് p2 എന്ന് പറഞ്ഞാൽ പ്രഷർ ഡിഫറൻസ് ആണ്. ഓക്കെ, p1 മൈനസ് p2 പ്രഷർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ h ρg ആണ്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, ഇവിടുത്തെ ഹൈറ്റ് ഇവിടെ h ആണ്, റോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഡിഫറൻസ് ആണ്. സോ അതാണ് ഈ മാനോമീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യുന്നത്. സോ നമ്മൾ എടുക്കുന്ന ലിക്വിഡിന്റെ ഡെൻസിറ്റി റോ അല്ല, റോ എം ആണ്. ഇതിന്റെ ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ എന്ത് കിട്ടും, p1 മൈനസ് p2 ഈസ് ഈക്വൽ ടു h റോ എം ഇൻറ്റു ജി എന്നായി. ഓക്കെ, അപ്പൊ സോ p1 മൈനസ് p2 നമുക്ക് എന്ത് കിട്ടി, h റോ എം ഇൻറ്റു ജി എന്നായി. സോ p1 മൈനസ് p2 എന്ത് ഇക്വേഷൻ കിട്ടി, p1 മൈനസ് p2 ഈസ് ഈക്വൽ ടു h ഇൻറ്റു റോ എം ഇൻറ്റു ജി എന്നായി. ഇനി നമ്മൾ നേരെ ഇക്വേഷനിൽ കൊടുക്കാം. അപ്പൊ ഇവിടെ p1 മൈനസ് p2 പകരം എന്ത് കൊടുത്തു, h ഇൻറ്റു റോ എം എന്ന് പറഞ്ഞാൽ മാനോമീറ്ററിന്റെ ഉള്ളിലെ ഫ്ലൂയിഡിലെ ഡെൻസിറ്റി ആണ്. റോ എം ജി ഓൾ ഡിവൈഡ് ബൈ താഴെ റോ ഉണ്ട്. റോ എന്ന് പറഞ്ഞാൽ നമ്മളെ വെഞ്ചുറി മീറ്ററിലെ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി. ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ സാധനങ്ങൾ എടുത്ത് എഴുതാം. സോ ഹാഫ് ഇൻറ്റു v1 സ്ക്വയർ ഇൻറ്റു a1/a2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, മൈനസ് എന്താ പറയാ -1. ഓക്കെ, -1. നമുക്ക് ആവശ്യം ഇതിലുള്ള വെലോസിറ്റി, ഇതിന്റെ ഉള്ളിൽ കൂടെ കയറി പോകുന്ന ഈ വെലോസിറ്റിക്ക് കാണാനുള്ള ഇക്വേഷൻ ആണ് നമുക്ക് എടുക്കേണ്ടത്. നിങ്ങളുടെ എക്സാമിന് അതാണ് കാണാൻ ചോദിക്കുക. ഓക്കെ, സോ v1 നമുക്ക് എടുക്കണം. സോ ഇനി നമ്മൾ മൊത്തം ചെയ്യുന്നത് മാത്തമാറ്റിക്സ് ആണ്. സോ മൊത്തം ചെയ്യുന്ന മാത്തമാറ്റിക്സ് ആണ്. സോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം. ആദ്യം ഇവിടുത്തെ 2നെ നേരെ ഇങ്ങോട്ട് എടുക്കും, അതേപോലെ a1/a2 ദ ഹോൾ സ്ക്വയർ -1. ഇതിന് വലിയൊരു ബ്രാക്കറ്റ് ഉണ്ട് അല്ലെ. സോ ഇത് ഓൾ റേസ് ടു 1 ആണ്, ഈ വലിയ ബ്രാക്കറ്റ് ഓൾ റേസ് ടു 1 ആണ് അല്ലെ. സോ അതിനെ നേരെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങോട്ട് എടുക്കും. a1/a2 ഓക്കെ ഞാൻ കാണിച്ചു തരാം. സോ ആദ്യം നമ്മൾ 2നെ ഇങ്ങോട്ട് എടുത്തു. സോ എന്ത് കിട്ടും, 2h റോ എം ജി ഓൾ ഡിവൈഡ് ബൈ റോ ഈസ് ഈക്വൽ ടു v1 സ്ക്വയർ ഇൻറ്റു a1/a2 ദ ഹോൾ സ്ക്വയർ -1 ഓൾ റേസ് ടു 1. ഓക്കെ, ഇനി ഈ v1 സ്ക്വയറിന് മൊത്തം ഈ ടേമിന് മൊത്തം ഞാൻ താഴോട്ട് കൊടുക്കും. സോ അടുത്ത സ്റ്റെപ്പിൽ എന്ത് കിട്ടും, 2h റോ എം ഇൻറ്റു ജി. ഓക്കെ, 2h റോ എം ഇൻറ്റു ജി ഓൾ ഡിവൈഡ് ബൈ റോ ഇൻറ്റു ഈ സാധനം മൊത്തം ഇങ്ങോട്ട് വരും. അതായത് a1/a2
a to the whole square a1 by a to the whole square minus 1 all raised to 1. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇത് ഡിനോമിനേറ്ററിൽ ഇങ്ങനെ കിടക്കുകയല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനം ഇപ്പോൾ 1/x ആണെങ്കിൽ x raised to 1 ആണെങ്കിൽ ഇതിന് മുകൾക്ക് എടുത്ത് എന്ത് വരും, നമുക്ക് x raised to -1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അതേപോലെ നമുക്ക് ഇതിനെയും എഴുതാം. ഇതൊക്കെ ഈസ് ഈക്വൽ ടു v1 സ്ക്വയർ ആണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എഴുതാൻ പോവാണ്. സോ ഓൺ ദ വെരി നെക്സ്റ്റ് സ്റ്റെപ്പ് ഐ എം ഗോയിങ് ടു റൈറ്റ് 2h rho m g ഹോൾ ഡിവൈഡ് ബൈ റോ ഇൻറ്റു ഇത് നേരെ ഈ ടേമിന് മൊത്തം മുകൾക്ക് വരുമ്പോൾ എന്ത് കിട്ടും, ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് കിട്ടോ ഇൻറ്റു a1 by a to the whole square. ഓക്കെ, -1 all raised to ഓക്കെ -1 അല്ല -1 ഇവിടെ 1 ആണ്, അത് നേരത്തെ എത്തുമ്പോൾ -1 ആവും. ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, v1 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ കിട്ടാൻ പോവാണ്. v1 ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ v1 ഈസ് ഈക്വൽ ടു സോ v1 ഓക്കെ, നമുക്ക് v1 ആ വെലോസിറ്റി ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ വെലോസിറ്റി v1 കാവി കൊണ്ട് എഴുതാം, സോറി. ഓക്കെ, v1 ഈസ് ഈക്വൽ ടു ഈ സ്ക്വയർ ഇങ്ങോട്ട് പോയി, സോ എല്ലാം റൂട്ട് ആവും. അപ്പൊ എന്ത് കിട്ടും, ഈ ആദ്യത്തെ ടേം റൂട്ടിലേക്ക് എത്തും. സോ റൂട്ട് ഓഫ് 2h റോ എം ജി ഹോൾ ഡിവൈഡ് ബൈ റോ ഇൻറ്റു ഇതും റൂട്ടിക്കാവും. ഇത് റൂട്ടിക്കാവുമ്പോ റൂട്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ അത് വരും, അത് ഇങ്ങനെ വരും. ഇൻറ്റു അടുത്തത് റൂട്ടില്ല കേട്ടോ, ഇൻറ്റു a1 by a to the whole square a1 by a to the whole square -1 all raised to -1/2 എന്നാവും. ഓക്കെ, റൂട്ട് ഇങ്ങോട്ട് വരുമ്പോൾ 1/2 എന്നാണ് വരിക. പക്ഷെ ഇവിടെ -1 ഉണ്ടായതുകൊണ്ട് -1 ഇൻറ്റു 1/2 ചെയ്യും. സോ -1/2 എന്നാവും. സോ ഒരു വെഞ്ചുറി മീറ്ററിന്റെ എന്താ പറയാ ബ്രോഡ് എൻഡിലുള്ള വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ബ്രോഡ് എൻഡിലുള്ള വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. സോ ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. എത്ര വേരി കൊടുക്കാൻ പറ്റും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനം. ഓക്കെ, ഇതിൽ അറിയാത്ത ടേമുകൾ ഒന്നും വേണ്ട. a1 എന്ന് പറഞ്ഞാൽ എന്താ, ഏരിയ ഓഫ് എന്താ പറയാ ബ്രോഡ് എൻഡ്, ഏരിയ ഓഫ് ബ്രോഡ് എൻഡ്. ഓക്കെ, വെഞ്ചുറി മീറ്ററിന്റെ ബ്രോഡ് എൻഡിലെ ഏരിയ ആണ്. a2 എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് നാരോ എൻഡ്. ഓക്കെ, നാരോ എൻഡിലെ ഏരിയ. h എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടുത്തെ ഹൈറ്റ്, ഇതാ അവിടെ പറഞ്ഞ h. ഓക്കെ, പിന്നെ റോ എം എന്ന് പറഞ്ഞ ഡെൻസിറ്റി ഓഫ് മാനോമീറ്റർ ഫ്ലൂയിഡ്, റോ എന്ന് പറഞ്ഞ ഡെൻസിറ്റി ഓഫ് വെഞ്ചുറി മീറ്റർ. ഓക്കെ, സോ ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, എൻട്രൻസിനൊക്കെ എന്തായാലും ചോദിക്കാറുണ്ട് ഇത് വെച്ചിട്ട്. ഓക്കെ, സോ പ്രത്യേകം നോക്കുക, ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ് ഈ സംഭവം. ഓക്കെ, സോ ഇതോടുകൂടെ നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമത്തെ അപ്ലിക്കേഷനും വി ഹാവ് കംപ്ലീറ്റഡ്. ഇനി നമുക്ക് ഒരു 2 ആപ്ലിക്കേഷൻ കൂടെ ഉണ്ട്. ഇനി ഒരു ചെറിയ ഡെറിവേഷനുള്ള അടുത്ത സംഭവം വരും, പക്ഷെ ഇതിനേക്കാൾ കുറച്ച് മുറ്റാണ്. അത് ചിലപ്പോൾ എക്സാമിന് എന്തായാലും ചോദിക്കും. എക്സാം ടഫ് ആവുകയാണെങ്കിൽ മാത്രമേ വെഞ്ചുറി മീറ്റർ ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ ചോദിക്കൂല. സോ അത് കഴിഞ്ഞു. സോ പക്ഷെ നല്ല രസമുള്ള സാധനമാണ് വെഞ്ചുറി മീറ്റർ. നമ്മൾ അങ്ങനെ തീർത്തു. ഇനി നമുക്ക് പഠിക്കാനുള്ള സാധനം എന്താ അറിയോ, സ്പീഡ് ഓഫ് എഫ് പ്ലസ്. ഓക്കെ, സ്പീഡ് ഓഫ് എഫ് പ്ലസ് ടോറിസെല്ലീസ് ലോ. ടോറിസെല്ലി എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ മൂപ്പരെ എന്താ പറയാ, മൂപ്പര് ഒരു ലോ കൊണ്ടുവന്ന്. ഓക്കെ, അപ്പൊ മൂപ്പര് ഒരു ലോ കൊണ്ടുവന്ന്. ഓക്കെ, അപ്പൊ ആ ലോ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ടോറിസെല്ലീസ് ലോ എന്നാണ് മൂപ്പര് കൊണ്ടുവന്ന ലോന്റെ പേര്. അത് എന്താ നോക്കാം. സോ സ്പീഡ് ഓഫ് എഫ്ലക്സ്. എഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ഔട്ട്ഫ്ലോ ആണ്. ഒരു ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എഫ്ലക്സ് എന്ന് പറയാം. ഓക്കെ, ഇഫ്ലക്സ് എന്ന് പറയും എന്ത് ആയിക്കോട്ടെ. ഫിസിക്സ് ആകുമ്പോൾ തന്നെ പ്രൊനൗൺസിയേഷനിൽ വലിയ കാര്യമൊന്നുമില്ല, കാര്യം നടന്നാൽ മതി. അതേപോലെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ഓക്കെ, സോ എഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇത് കഴിഞ്ഞിട്ട് ഒത്തേറെ ഉണ്ടോ, ഇല്ല, കുറച്ച് തിയറി ഉള്ളൂ. സോ വലിയ വിഷയമല്ല. സോ സ്പീഡ് ഓഫ് എഫ്ലക്സ് ടോറിസെല്ലീസ് ലോ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ഔട്ട്ഫ്ലോ എന്നാണ് പേര്. അപ്പൊ എന്താ മൂപ്പര് പറയുന്നത് നോക്കാം. ടോറിസെല്ലീസ് ലോ. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മളൊരു ചിത്രമായി തന്നെ ഇവിടെ വരച്ചു വെക്കാം. കാരണം ചിത്രം ഇല്ലാതെ പരിപാടിക്ക് ഞാൻ ഇല്ല. സോ ചിത്രം നമുക്ക് വേണം. ഓക്കെ, അപ്പൊ ഇതൊരു ബീക്കർ ആണ്. ഓക്കെ, ഇതൊരു ബീക്കർ ആണ്. സോ ബീക്കർ വരച്ചിട്ട് മാത്രം കാര്യമില്ല, കാരണം ബീക്കറിൽ കുറെ സംഭവങ്ങൾ വെട്ടി ചുരുക്കാക്കാണ്ട് ഒഴിവാക്കാണ്ട്. ഓക്കെ, സോ ഓക്കെ, അപ്പൊ ഈ ഭാഗം കൂടെ നമുക്ക് എടുക്കാം. കാരണം സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സംഗതികളുണ്ട്. ഓക്കെ, ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊരു ഫ്ലൂയിഡ് നിറച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, എത്രയെങ്കിലും ഒരു ഫ്ലൂയിഡ് ഓക്കെ ഇവിടെ നിറച്ചു വെച്ചിട്ടുണ്ട്. ഫ്ലൂയിഡ് ഏതാണ് എങ്ങനെയാണെന്ന് അറിയണ്ട, ഫ്ലൂയിഡ് ഇങ്ങനെ ഫുള്ള് നിറച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മള് ഒരു പൈപ്പോ എന്തെങ്കിലുമൊക്കെ ഫിറ്റ് ചെയ്തോ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് എന്ത് ചെയ്യും, വെള്ളം ഇങ്ങോട്ട് ഒഴുകും. ഓക്കെ, വെള്ളം ഇങ്ങോട്ട് എന്ത് ചെയ്യും, താഴോട്ട് ഇങ്ങനെ ഒഴുകും. സ്വാഭാവികമായിട്ടും താഴോട്ട് ഒഴുകും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഗ്രൗണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, സോ വെള്ളം ഇങ്ങനെ ഒഴുകും. ഇത് നമ്മൾ സാധാരണ പൈപ്പിന് ടാങ്ക് ഒക്കെ വെക്കൂലേ, ആ സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം.
സോ ആദ്യം നമ്മൾ ഇവിടെ എടുത്ത് നോക്കിയതിന്റെ ടോപ്പ് മോസ്റ്റ് ഭാഗത്തൊരു പ്രഷർ ഉണ്ടാവും P1 ആണ്. ഓക്കെ, P1 എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്ക്. സോ ഈ പോയിന്റ്, ഈ ഭാഗം ഞാൻ എ എന്ന് എടുത്തു. പിന്നെ ഇവിടുന്ന് പോകുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ പോകുന്ന പൈപ്പിന്റെ ആ ഭാഗം ഞാൻ ബി എന്ന് എടുത്തു. ഓക്കെ, ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് എച്ച് ആണ്. ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് എന്താണ്? എച്ച് ആണ്. ഈ വെസലിന്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എച്ച് ആണ്. പിന്നെ ഇവിടെ തൊട്ട് ഇതുവരെ ഇവിടുന്ന് തൊട്ട് എന്താ പറയുക, പ്രഷർ മെഷർ ചെയ്യുമ്പോൾ സർഫസിന് മെഷർ ചെയ്യണല്ലോ. ഈ എച്ച് എന്ന് പറഞ്ഞാൽ സ്മോൾ എച്ച് ആണ്. ഈ എച്ച് എന്ന് പറഞ്ഞാൽ സ്മോൾ എച്ച് ആണ്. പിന്നെ ഇവിടെ ഒരു പ്രഷർ ഉണ്ട് P2. ഓക്കെ, ഇവിടെ ഒരു പ്രഷർ ഉണ്ട് P2. അതൊക്കെ എന്താന്ന് പറഞ്ഞുതരാം. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ വെള്ളം പോകുമ്പോൾ ഇവിടുന്ന് താഴോട്ട് പോകുന്ന ഒരു വെലോസിറ്റി ഉണ്ടാവും V. ഓക്കെ, ഇനി ടോറിസെല്ലീസ് ലോ പറയുന്നത് നോക്കാം. ടോറിസെല്ലീസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ്, ടോറിസെല്ലീസ് ലോ പറയുന്നത് സ്പീഡ് ഓഫ് എഫ്ലക്സ് ഓഫ് എ ഫ്ലൂയിഡ് ത്രൂ ആൻ ഓറിഫിസ്. ഓക്കെ, ഓറിഫിസ് എന്ന് പറഞ്ഞാൽ നാരോ ഹോൾ. അതായത് ഇവിടെ ഒരു ഹോൾ ഉണ്ടല്ലോ, ഇത്ര പോകുന്ന ഒരു ഹോൾ ഉണ്ടല്ലോ, ഈ ഹോളിന് നമ്മൾ ഓറിഫിസ് എന്നാ പറയാം. ഓക്കെ, എന്താ പറയാ? ഓറിഫിസ്. ഓറിഫിസിന് നമ്മൾ ചെറിയ ഹോൾ എന്നാ പറയാം. ഓക്കെ, Torricelli's law states that speed of efflux of a fluid through an orifice at a certain depth in an open tank is equal to the speed attained by a freely falling body through a vertical distance equal to the depth of an orifice below the free surface of the liquid. Okay, സോ ഇതിപ്പോ നിങ്ങൾക്ക് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവില്ല. ഇതിലൂടെ ഒഴുകുന്ന, ഇപ്പൊ ഈ ഒരു നേരം എന്തിലൂടെ വെച്ചാൽ പോകുന്ന ഫ്ലൂയിഡ് ഒഴുകുന്ന ഒരു വെലോസിറ്റി ഉണ്ട്. അത് നമ്മൾ എന്ത് പറയാ? വെലോസിറ്റി ഓഫ് ഓറിഫിസ്. ഈ വീക്ക് നമ്മൾ വെലോസിറ്റി ഓഫ് ഓറിഫിസ് എന്ന് പറയും. ഓക്കെ, അത് ഈക്വൽ ടു ഈസ് ഈക്വൽ ടു, ഇതാണ് പറഞ്ഞ ടോറിസെല്ലി സ്പീഡ് ഓഫ് ഇഫ്ലോസ് എന്ന് അതിന് പറയാം. അത് ഈസ് ഈക്വൽ ടു അത് ഈസ് ഈക്വൽ ടു സ്പീഡ് അറ്റൈൻഡ് ബൈ എ ഫ്രീലി ഫാളിംഗ് ബോഡി ത്രൂ എ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു ദ ഡെപ്ത് ഓഫ് ഓറിഫിസ് ബിലോ ദ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ്. ഓക്കെ, അതായത് ഇത് അറ്റൈൻ ചെയ്യുന്ന ഈ ഒരു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീലി ഫാളിംഗ് ബോഡി അറ്റൈൻ ചെയ്യുന്ന വെലോസിറ്റി ആണ്. അറ്റ് എ ഹൈറ്റ്, അത് കൂടെ പറയുന്നുണ്ട്, അറ്റ് ഈസ് ഈക്വൽ ടു ദ ഡെപ്ത് ഓഫ് ഓറിഫിസ് ബിലോ ദ ഫ്രീ സർഫസ് ഓഫ് എ ലിക്വിഡ്. അപ്പോ ഇതിലൂടെ ഈ നേരോ ഹോളിലൂടെ പോകുന്ന വെലോസിറ്റിയാണ് വെലോസിറ്റി ഓഫ് എഫ്ലക്സ് എന്ന് പറയുന്നത്. ഈ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു ഫ്രീലി ഫാളിംഗ് ബോഡി, അതായത് ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്തൊരു ബോഡിനെ താഴോട്ട് വെച്ചാൽ ആ താഴോട്ട് വരുന്ന ഫ്രീലി ഫാളിംഗ് ബോഡിന്റെ സ്പീഡ് എത്രയാണോ അതായിരിക്കും. പ്രത്യേകം നോക്കണം, ഏത് ഹൈറ്റ്? ഇതാണ് ഫ്രീ സർഫസ്. ആ ഫ്രീ സർഫസ് നിർത്ത ഹൈറ്റ് സ്മോൾ എച്ചിന് ഈക്വൽ ആയിട്ടുള്ള ഈ എച്ച് എന്ന് ചാടണം. അങ്ങനെ ചാടുന്ന ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിന്റെ വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും ഇതിലൂടെ പോകുന്ന ഈ ഒരു വെലോസിറ്റി ഓഫ് ഓറിഫിസ് എന്ന് പറയുന്നത്. സോ വെലോസിറ്റി ഓഫ് ഓറിഫിസ് എന്ന് പറഞ്ഞാൽ ആ ടോറിസെല്ലിന്റെ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ഇതിലൂടെ പോകുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു എച്ച് ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക, ഒരു ബോഡി താഴോട്ട് ഫ്രീലി ഫാൾ ചെയ്യുമ്പോൾ അയാൾക്ക് ഉണ്ടാവുന്ന വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. സോ അതാണ് ടോറിസെല്ലീസ് ലോ പറയുന്നത്. ഓക്കെ, അതാണ് ടോറിസെല്ലീസ് ലോ പറയുന്നത്. ഈ ടോറിസെല്ലീസ് ലോയുടെ ഇക്വേഷൻ ഡെറിവേഷൻ ഒക്കെ നമുക്കുണ്ട്. സോ നമുക്ക് നോക്കാം. സപ്പോസ് എ ഫ്ലൂയിഡ് ഓഫ് ഡെൻസിറ്റി റോ ആണ് കേട്ടോ. സപ്പോസ് എ ഫ്ലൂയിഡ് ഓഫ് ഡെൻസിറ്റി റോ ഈസ് ഫില്ലഡ് ഇൻ എ ടാങ്ക് അപ് ടു എ ഹൈറ്റ് എച്ച്. ഓക്കെ, സോ ഇവിടെ ഒരു എന്താ പറയാ ഫ്ലൂയിഡ് ഉണ്ട്, ഡെൻസിറ്റി റോ ആണ്, ഒരു എച്ച് വരെ ഈ ടാങ്ക്. ഇത് ഓപ്പൺ ടാങ്ക് ആണ്, പ്രത്യേകം നോക്കണം. ടോറിസെല്ലി ആകുമ്പോൾ ഓപ്പൺ ടാങ്ക് മസ്റ്റ് ആണ്. ടോറിസെല്ലി ആകുമ്പോൾ ഓപ്പൺ ടാങ്ക് എന്താണ്? മസ്റ്റ് ആണ്. സോ അത് നിങ്ങൾ പ്രത്യേകം നോക്കണം. ഓക്കെ, സോ ടോറിസെല്ലി ആകുമ്പോൾ എന്താ പറയാ, ഓപ്പൺ ടാങ്ക് മസ്റ്റ് ആണ്. സോ ഇവിടെ P1 ഉണ്ട്, ഇവിടെ ഏരിയ എ ഉണ്ട്. സോ ഓപ്പൺ ടാങ്ക് വെച്ചു, അതിലൊരു ഡെൻസിറ്റി റോ വെച്ചു, ഒരു എച്ച് ഹൈറ്റിലാണ് വെക്കുന്നത്. ഓക്കെ, there is a small hole of area A at a depth h below the free surface. ഫ്രീ സർഫസ് എന്ന് പറഞ്ഞാൽ മുകളിലത്തെ സർഫസ്. അവിടുന്ന് ഒരു എച്ച് ഹൈറ്റില് എച്ച് ഡെപ്തിൽ താഴോട്ട് എന്തുണ്ട്, ഒരു നാരോ ഹോൾ ഉണ്ട്, അതാണ് ഓറിഫിസ്. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ സ്മോൾ എ ആണ്. സ്മോൾ എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് എന്താ പറയാ, ഓറിഫിസ്. ഓക്കെ, ഏരിയ ഓഫ് ഓറിഫിസ് ആണ് സ്മോൾ എ എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ് എ ബി ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ ടാങ്ക്. ഈ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ ഈ ടാങ്കിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഇറ്റ് ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ. പറയാം, പുറത്തേക്ക് ഓപ്പൺ ആണ്. ഓക്കെ, ദ ഫ്ലൂയിഡ് എമർജസ് ഔട്ട് ഫ്രം ദ ഓറിഫിസ് വിത്ത് സ്പീഡ് നോൺ ആസ് സ്പീഡ് ഓഫ് എഫ്ലക്സ്. അപ്പോൾ ഇവിടുന്ന് ഈ ഫ്ലൂയിഡ് താഴോട്ട് വരുന്ന വെലോസിറ്റി ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്നുള്ളത്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. സിൻസ് ദ ഫ്ലൂയിഡ് എമർജസ് ഔട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, എമർജൻസ് ഔട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, സോ പ്രഷർ അറ്റ് ഓറിഫിസ് എന്ന് പറഞ്ഞാൽ P2 ആണ്. P2 എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരികയാണ് വെള്ളം. സോ പുറത്തേക്ക് വരുമ്പോൾ അത് അറ്റ്മോസ്ഫിയറിന് ഏറ്റവും കോണ്ടാക്ട് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിലെ പ്രഷർ PA ഈക്വൽ ആയിരിക്കും P2. അതേപോലെ തന്നെ ഇവിടെ P1 ഉണ്ടല്ലോ, അതും അറ്റ്മോസ്ഫിയർ ഏറ്റവും കോണ്ടാക്ട് ചെയ്തുകൊണ്ട് അതിന്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ PA ആയിരിക്കും. കാരണം നമ്മൾ മുകളിലത്തെ പോയിന്റ് കൺസിഡർ ചെയ്യുന്നത്. സോ എച്ച് റോജിക്ക് എച്ച് ഇല്ല. ഓക്കെ, ഇവിടെ ആണെങ്കിൽ ഇത് പുറത്തേക്ക് എത്തി. സോ പിന്നെ എച്ച് നമുക്ക് മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഫ്ലൂയിഡിന്റെ ഉള്ളിലാകുമ്പോൾ മാത്രം എച്ച് മെഷർ ചെയ്താൽ മതി, പുറത്തേക്ക് എത്തുമ്പോൾ എച്ച് മെഷർ ചെയ്യേണ്ട. സോ രണ്ട് പ്രഷറും ഈക്വൽ ആണ്. അതേപോലെ തന്നെ സിൻസ് ദ ഓറിഫിസ് ഈസ് വെരി സ്മോൾ ആൻഡ് ദ ടാങ്ക് ഈസ് വെരി വൈഡ്, സോ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് അറ്റ്
എ ഇൻസൈഡ് ദ ടാങ്ക് ഈസ് 0. സോ നമ്മുടെ ഓറിഫിസ് വളരെ സ്മോൾ ആണ്, അതുകൊണ്ട് നേരെ എൻഡ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ടാങ്ക് ഭയങ്കര വൈഡ് ആണ്. ടാങ്ക് വളരെ വൈഡ് ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള വെലോസിറ്റി, ഈ ടോപ്പ് ഫ്രീ എൻഡിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് VA ആണ്, അല്ലെങ്കിൽ V1 എടുക്കാം, അത് 0 ആയിരിക്കും. കാരണം ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ V1 ഈസ് ഈക്വൽ ടു 0 ആണ്. ഇവിടുത്തെ V2, അതായത് V എന്ന് പറയുന്നതിന് V2 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, V2 എന്ന് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. V2 നമ്മൾ സ്പീഡ് ഓഫ് റിഫ്ലക്സ് എന്ന് പറയും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ബെർണൂളിസിന്റെ തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇവിടെ ഈ A എന്ന് പറയുന്ന മുകളിലത്തെ പോയിന്റിലും B എന്ന് പറയുന്ന താഴത്തെ നാരോ എൻഡിലും നമ്മൾ ബെർണൂളിസിന്റെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ നമുക്ക് ഇനി അടുത്തത് ബെർണൂളിസിന്റെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി ക്യാൻ ഈസിലി ഒബ്റ്റെയിൻ ദ വെലോസിറ്റി ഓഫ് ഓറിഫിസ്. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ടോറിസലിന്റെ ലോ അവിടെ എത്തുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വ്യക്തമാവും. ഓക്കെ, അപ്പോൾ അപ്ലൈ ദ പ്രിൻസിപ്പിൾസ്, ബെർണൂളിസ് പ്രിൻസിപ്പിളിന്റെ ഇക്വേഷൻ അത് അപ്പോൾ തന്നെ അങ്ങോട്ട് എഴുതി വെക്കുക. നമുക്കറിയാം ബെർണൂളിസ് പ്രിൻസിപ്പിളിന്റെ ഇക്വേഷൻ എന്താണ്, അത് ഓൾറെഡി നമ്മൾ ഇനി മറക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ എവിടെയൊക്കെ പഠിക്കുന്നത് എന്താണ്? P1/ρ. ഓക്കെ, P1/ρ പ്ലസ് G ഇൻറ്റു H1 പ്ലസ് എന്താണ്, പ്ലസ് ഹാഫ് എന്താ പറയാ V1 സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? P2/ρ അല്ലെ, പ്ലസ് G ഇൻറ്റു H2 പ്ലസ് എന്ത് കിട്ടും? ഹാഫ് V2 സ്ക്വയർ ആണ്. ഓക്കെ, ഈ 1 ഉള്ളതൊക്കെ എയുടെ ഭാഗത്തുള്ളതാണ്, 2 ഉള്ളതൊക്കെ ബിന്റെ ഭാഗത്തുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. നമ്മൾ P1 എന്ന് പറഞ്ഞാൽ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്, PA ആണ്. ഓക്കെ, അതവിടെ മുകളിൽ P1 എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ PA ആണ്. പിന്നെ P2 എന്ന് പറഞ്ഞാലും അറ്റ്മോസ്ഫിയർ പ്രഷർ അവിടെ PA ആണെന്ന് കണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, സോ P1 ഈക്വൽ ടു PA ആണ്, P2 ഈസ് ഈക്വൽ ടു PA ആണ്. അതേപോലെ V1 എന്ന് പറഞ്ഞാൽ എന്റെ ഭാഗത്തുള്ളത് എന്താ പറയാ, അവിടെ ടാങ്ക് വളരെ വൈഡ് ആയതുകൊണ്ട് അതിന് വെലോസിറ്റി 0 ആണ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, വെലോസിറ്റി 0 ആണ്. ഇവിടുത്തെ V2 ആണ് നമുക്ക് കാണേണ്ടത്, അതാണ് വെലോസിറ്റി ഓഫ് ഓറിഫിക്സ്. പിന്നെ ഉള്ളതൊക്കെ അങ്ങനെ തന്നെ. പിന്നെ H1 എന്ന് പറഞ്ഞാൽ എന്താ, ടാങ്കിന്റെ മൊത്തത്തിലുള്ള ഹൈറ്റ് ആണ്. ഓക്കെ, H1 എന്ന് പറഞ്ഞാൽ ടാങ്കിന്റെ മൊത്തത്തിലുള്ള ഹൈറ്റ് ആണ്. കാരണം ആക്സിലറേഷൻ GH1 എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ആണ്. പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്നാണ് മെഷർ ചെയ്യുക. പ്രഷർ ആണെങ്കിൽ മാത്രമാണ് സർഫസ് എന്ന് മെഷർ ചെയ്യുക. അപ്പോൾ GH1 എന്ന് പറഞ്ഞാൽ H ആണ്. ഈ H2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? H2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? H1 H ആണ്, H2 എന്താണോ? H2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ഹൈറ്റ് ആണ്. ഞാൻ പറഞ്ഞു പൊട്ടൻഷ്യൽ എനർജി ആണ്. സോ ഇതാണ് ഹൈറ്റ് H2 എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഹൈറ്റ് H2 എന്ന് പറഞ്ഞാൽ എന്താ? ഇതുവരെ H ആണ്, ഇതുവരെ സ്മോൾ H ആണ്. സോ H2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? H മൈനസ് സ്മോൾ H ആയിരിക്കും. കണ്ടില്ലേ, പൊട്ടൻഷ്യൽ എനർജി മെഷർ ചെയ്യുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നാണ്, ഗ്രൗണ്ട് സർഫസ് എന്നാണ് മെഷർ ചെയ്യുക. സോ അതുകൊണ്ടാണ് ഈ ഹൈറ്റ് എടുത്തത്, H മൈനസ് H. ഓക്കെ, സോ H2 എന്ത് കിട്ടി? ക്യാപിറ്റൽ H മൈനസ് H. സോ എവറിത്തിങ് ഈസ് കംപ്ലീറ്റഡ്. ഇനി നേരെ ഇതൊക്കെ ഈക്വേഷൻ കൊടുത്താൽ മതി. ഇതൊക്കെ ഈക്വേഷൻ കൊടുത്താൽ മതി. സോ റോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സെയിം ആണ്, കാരണം ഒരേ ഫ്ലൂയിഡ് ആണ് പുറത്തേക്ക് വരുന്നതും. ഓക്കെ, സോ ദാറ്റ് ഡസന്റ് മാറ്റർ ഹിയർ. സോ നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ P1/ρ. സോ P1 എന്ന് പറഞ്ഞാൽ PA ആണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ P1/ρ. ഓക്കെ, അപ്പൊ ആ ഇക്വേഷനിലെല്ലാം കൊടുക്കുകയാണ്. P1/ρ എന്ന് പറഞ്ഞാൽ P1 എന്ന് പറഞ്ഞാൽ PA ആണ്. സോ PA/ρ പ്ലസ് നോക്കാം, PA/ρ പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് GH1 എന്ന് പറഞ്ഞാൽ എത്ര? H ആണ്. സോ G ഇൻറ്റു ക്യാപിറ്റൽ H. ഓക്കെ, സോ G ഇൻറ്റു ക്യാപിറ്റൽ H പ്ലസ് 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 എന്ത് വരും? പ്ലസ് ഹാഫ് V1 സ്ക്വയർ. V1 0 ആണ്, സോ അത് 0 ആയിരിക്കും. ഹാഫ് ഇൻറ്റു ഹാഫ് V1 സ്ക്വയർ. ഹാഫ് ഇൻറ്റു V1 0 ആയപ്പോൾ 0 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇതാ ഇവിടെ P2/ρ. P2 എന്ന് പറഞ്ഞാൽ എന്താണ്? PA തന്നെയാണ്. സോ PA/ρ പ്ലസ് GH2 അല്ലെ, GH2 ആണ്. H2 എന്ന് പറഞ്ഞാൽ എത്ര? ക്യാപിറ്റൽ H മൈനസ് H ആണ്. സോ GH2 എന്ന് പറഞ്ഞാൽ G ഇൻറ്റു ക്യാപിറ്റൽ H മൈനസ് H പ്ലസ് എന്ത് കിട്ടും? പ്ലസ് ഹാഫ് എന്താ പറയാ, ഹാഫ് റോ V2 സ്ക്വയർ. ഓക്കെ, ഹാഫ് റോ V2 സ്ക്വയർ. സോ ഹാഫ് ഇൻറ്റു എന്താ പറയാ, ഹാഫ് റോ ഇല്ലല്ലോ, ഹാഫ് വെറും V2 സ്ക്വയർ. ഓക്കെ, ഹാഫ് V2 സ്ക്വയർ ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ സിമ്പിൾ. ഇവിടെ ഒരു PA/ρ ഉണ്ട്, ഇവിടെയും ഒരു PA/ρ ഉണ്ട്. അപ്പൊ പിന്നെ ഇവിടെ ഹാഫ് ഇൻറ്റു 0 സ്ക്വയർ 0 ആണ്. സോ ഇവിടെ വെറും GH മാത്രമാണ്. സോ G ഇൻറ്റു ക്യാപിറ്റൽ H. അങ്ങനെ തന്നെ അല്ലേ? G ഇൻറ്റു ക്യാപിറ്റൽ H ഈസ് ഈക്വൽ ടു G ഇൻറ്റു ക്യാപിറ്റൽ H മൈനസ് H പ്ലസ് എന്ത് കിട്ടും? പ്ലസ് ഹാഫ് ഇൻറ്റു V2 സ്ക്വയർ ആണ് അല്ലെ, V2 സ്ക്വയർ ആണ്. ഇനി ഇവിടെ നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. G ഇൻറ്റു H ഈസ് ഈക്വൽ ടു ഇതങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തോ അങ്ങോട്ടും ഇങ്ങോട്ടും. സോ G ഇൻറ്റു ക്യാപിറ്റൽ H മൈനസ് G ഇൻറ്റു സ്മോൾ H പ്ലസ് എന്ത് കിട്ടി? ഹാഫ് V2 സ്ക്വയർ. ഇവിടെ GH ക്യാൻസൽ ചെയ്തു, മൈനസ് GH ഇങ്ങോട്ട് എടുക്കുമ്പോഴോ GH ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു V2 സ്ക്വയർ. ഓക്കെ, ഇനി എന്ത് ചെയ്തു? 2 അങ്ങോട്ട് എടുത്തു. സോ 2GH ഈസ് ഈക്വൽ ടു V2 സ്ക്വയർ. ആ റൂട്ടിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇപ്പോഴാണ് ടോറിസലിന്റെ ലോ മനസ്സിലായിട്ടുണ്ടാവും ചിലർക്കെങ്കിലും. സോ V2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് എന്താ പറയാ, സ്പീഡ് ഓഫ് എഫ്ലക്സ്
V2 is equal to root of 2GH. റൂട്ട് ഓഫ് 2GH കണ്ടില്ലേ, ഇതാണ് ആൻസർ. ടോറിസലിന്റെ ലോ പറയുന്നത് എന്താ? ടോറിസലിന്റെ ലോ ഇതാണ് പറയുന്നതും. എന്താ ടോറിസലിന്റെ ലോ പറയുന്നത്? നമ്മളൊരു ലിക്വിഡ് വെച്ചു, പിന്നെ ഇവിടെ എന്ത് ചെയ്തു, ഒരു ചെറിയ ഹോൾ കൂടെ ഈ ലിക്വിഡ് പോകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു ഹൈറ്റ് h ഉണ്ട്, സ്മോൾ h. ഈ ഹൈറ്റ് ആട്ടോ h, പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഹൈറ്റ് ആണ് h. ഫ്രീ സർഫസ് എന്നുള്ള ഹൈറ്റ് ആണ് h. കണ്ടില്ലേ? ഓക്കെ, എച്ച് എന്ന് പറയുന്നത് എന്താണ്? ടോറിസലിന്റെ ലോ പറയുന്നത് ഇത്ര മാത്രമാണ്. എന്ത്? ഒരു ഹൈറ്റ് എച്ച് എന്ന് ഒരു ഹൈറ്റ് എച്ച് എന്ന് ഒരു ബോഡിനെ ഫ്രീലി ഫാൾ ചെയ്യുമ്പോൾ ആ ബോഡിക്ക് ഉണ്ടാകുന്ന വെലോസിറ്റി v = √2gh ആണ്. വൺ ഡയമെൻഷൻ മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും ആ വെലോസിറ്റി എത്രയാണോ ആ വെലോസിറ്റി തന്നെ ആയിരിക്കും ഈ ഒരു ഹോൾ കൂടെ പോകുന്ന വെള്ളത്തിന്റെ വെലോസിറ്റിയും. സോ ആ രണ്ട് വെലോസിറ്റിയും ഈക്വൽ ആണ്. അതാണ് ടോറിസലീസ് ലോ. v = √2gh. അത് തന്നെയാണ് ഇവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ടോറിസലീസ് ലോ. നമ്മളൊരു നേരോ ഹോൾ കൂടെ പോകുന്ന വെള്ളത്തിന്റെ വെലോസിറ്റിയും ഒരു ഫ്രീ ഫാൾ ഒരു ബോഡി ഒരു h ഹൈറ്റിൽ താഴോട്ട് വരുന്ന വെലോസിറ്റിയും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ടോറിസലീസ് ലോ. ഓക്കെ, ഞാൻ ആകെ തളർന്നു പോയി. സോ ദിസ് ഈസ് കോൾഡ് ടോറിസലീസ് ലോ. സോ സിമ്പിൾ ആണ്. സോ നിങ്ങൾ പ്രത്യേകം നോക്കി വെക്കുക. ഇത് എൻട്രൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകം നോക്കുക. ഈ ഒരു ഓറിഫീസ്, ഈ ഒരു നാരോ ഹോളിന് ഫ്രീ സർഫസ് ഉള്ള ഹൈറ്റ് ആണ് h. വേറെ ഹൈറ്റുകളൊന്നും എടുക്കരുത് ദയവ് ചെയ്തിട്ട്. സോ ദാറ്റ്സ് ഓൾ. ദിസ് ഈസ് കോൾഡ് ടോറിസലീസ് ലോ. കഴിഞ്ഞു. ഇനി വളരെ രണ്ട് കാര്യങ്ങളൂടെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാം. ഓക്കെ, ഇത് അവിടെ ലാസ്റ്റ് പറയുന്നുണ്ട്. വൈ യൂസിംഗ് ദി ഇക്വേഷൻ ഓഫ് മോഷൻ വി ക്യാൻ ഈസിലി ഷോൺ ദാറ്റ് ദ അബോവ് സ്പീഡ് ഓഫ് ഫ്ലോ. ഇതും കൂടെ നിങ്ങളൊന്ന് എഴുതി വെക്കണം കേട്ടോ അതിന്റെ താഴത്ത്. ഓക്കെ, ഈസ് ഈക്വൽ ടു ദ സ്പീഡ് അറ്റൈൻഡ് ബൈ എ ഫ്രീലി ഫാളിംഗ് ബോഡി ത്രൂ ഹൈറ്റ് h. അതും കൂടെ എഴുതി വെക്കണം. ആ ഇക്വേഷൻ എഴുതി കഴിഞ്ഞ ശേഷം ദെൻ അവസാനത്തത് 4 ഡൈനാമിക് ലിഫ്റ്റ്. ഓക്കെ, കഴിഞ്ഞു. ബെർണൂളിസിന്റെ കുറച്ച് ചെറിയ കഷ്ണം കൂടെ ഉണ്ട്. ഓക്കെ, സോ ബെർണൂളിസിന്റെ അടുത്ത ആപ്ലിക്കേഷൻ. ഓക്കെ, ഡൈനാമിക് ലിഫ്റ്റ് ആണ് അടുത്ത ആപ്ലിക്കേഷൻ. ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡൈനാമിക് ലിഫ്റ്റ് ഈസ് ദ ഫോഴ്സ് ദാറ്റ് ആക്ട്സ് ഓൺ എ ബോഡി സച്ച് ആസ് എയറോപ്ലെയിൻ വിങ്, അതേപോലെ സ്പിന്നിംഗ് ബോൾ ഡ്യൂ ടു ദ മോഷൻ ത്രൂ എ ഫ്ലൂയിഡ്. ഓക്കെ, നമ്മളെ ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് ആണ്. നമ്മളെ എയറോപ്ലെയിന്റെ വിങ് ഉണ്ടല്ലോ, എയറോപ്ലെയിന്റെ ചിറക്, അതേപോലെ ബോള്, ക്രിക്കറ്റ് ബോളൊക്കെ സ്പിൻ ചെയ്യൂലേ. സോ അങ്ങനെ ഈ എയറോപ്ലെയിന്റെ വിങ് ഒക്കെ എന്താ പറയുക, എയർപ്ലെയിന്റെ വിങ് ഒക്കെ എന്താ ചെയ്യുക, എയർ കൂടെയാണ് പാസ് ചെയ്യുന്നത്. എയർ എന്ന് പറഞ്ഞൊരു ഫ്ലൂയിഡ് ആണ്. സോ അത് അതിലൂടെ ഒക്കെ പാസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ ബോളൊക്കെ ടാൻ ചെയ്ത് പോകുമ്പോൾ എന്താ സംഭവിക്കുക അറിയോ? അതിന് ഒരു എക്സ്ട്രാ ഫോഴ്സ് ഉണ്ടാവും, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും അതിന്. കാരണം ഒരു ഫ്ലൂയിഡിലൂടെ ഒരു സബ്സ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ അതിനൊരു ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് ഡൈനാമിക് ലിഫ്റ്റ് എന്നുള്ളത്. ഇനി അടുത്തത്, ക്രിക്കറ്റ് ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ സ്പിൻ ചെയ്യുമ്പോൾ നമ്മൾ സ്പിന്നേഴ്സ് ഒക്കെ ആണെങ്കിൽ ബോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ടാൻ ചെയ്തിട്ടാണ് കുറ്റി തെറിക്കുക. അപ്പോൾ ഇത് സ്റ്റെമ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരാൾ ബോൾ ചെയ്യുമ്പോൾ ആ ബോൾ ഇങ്ങനെ കറങ്ങി എയറിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, കറങ്ങി പിച്ച് ചെയ്തിട്ട് കുറ്റി തെറിക്കും. അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ ഉണ്ടാവുക. സോ അതും ബെർണൂളിസ് പ്രിൻസിപ്പിളിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. സോ അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിന് ഒരു ചിത്രമൊക്കെ ഉണ്ട്, അതുകൂടെ വെറുതെ വരച്ചു തരാം. ഓക്കെ, സോ അതിന്റെ ചിത്രം ഇങ്ങനെയാ വരിക. ഓക്കെ, ഇതാണ് നമ്മളെ ബോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതൊക്കെ എന്താന്ന് പറഞ്ഞാൽ അതൊക്കെ എയർ ആണ്. ഓക്കെ, എയർ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ആണ്. സോ അതൊക്കെ എയർ ആണ്. ഓക്കെ, നോക്കാം അത് എന്താന്നുള്ളത്. ഓക്കെ, അപ്പൊ എയർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഇങ്ങോട്ട്. സോ ഇവിടുന്ന് ഇങ്ങോട്ട് എയർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഐ എം റിയലി ടയേർഡ്. എന്താ വെച്ചാൽ ഒരേ ഒച്ചപ്പാടിട്ടല്ലേ. ഓക്കെ, ഈ ഭാഗത്ത് ലോ പ്രഷർ ആണ്. ഓക്കെ, ഈ ഭാഗത്ത് ലോ പ്രഷർ ആണ്. എങ്ങനെ ലോ പ്രഷർ വരുന്നൊക്കെ പറഞ്ഞുതരാം. ഈ ഭാഗത്ത് ലോ പ്രഷർ ആകുമ്പോൾ നമുക്കറിയാം ആ ഭാഗത്ത് ഹൈ പ്രഷർ ആയിരിക്കും. ഓക്കെ, പിന്നെ മുകളിലത്തെ ഭാഗത്ത് എന്താ പറയാ, ഹൈ വെലോസിറ്റി ആണ്. അപ്പൊ അവിടെ ലോ പ്രഷർ ആയിരിക്കും. ഓക്കെ, ഹൈ വെലോസിറ്റി ആയിരിക്കും, അപ്പൊ അവിടെ ലോ പ്രഷർ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് എ ബോൾ വിച്ച് ഈസ് സ്പിന്നിങ് ഡ്രാങ് അലോങ് എയർ വിക്സ്. അതായത് ഒരു ബോൾ എയറിൽ സ്പിൻ ചെയ്യുമ്പോൾ, ഒരു ബോൾ ഇങ്ങനെ സ്പിൻ ചെയ്യുമ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതെന്ത് ചെയ്യും, അതിന്റെ ഒപ്പമുള്ള എയറിനെ കൂടെ കഴിയുമ്പോൾ ഡ്രാഗ് ചെയ്യും, വലിക്കും. ഇഫ് ദ സർഫസ് ഈസ് റഫ് മോർ എയർ വിൽ ബി ഡ്രാഗ്. സ്മൂത്ത് സർഫസ് ഉണ്ട്, റഫ് സർഫസ് ഉണ്ട്. റഫ് സർഫസ് ആണെങ്കിൽ കൂടുതൽ എയറിനെ അത് ഡ്രാഗ് ചെയ്യും. എയർ സ്ട്രീം ലൈൻ ഫോർ ബോൾ വിച്ച് ഈസ് മൂവിങ്. ഓക്കെ, അപ്പൊ എയർ സ്ട്രീം ലൈൻ എന്താ പറയാ, ബോൾ വിച്ച് ഈസ് മൂവിങ് ബാക്ക്വേർഡ് എന്നാട്ടോ, മൂവിങ്. ഓക്കെ, സ്ട്രീം ലൈൻ ഫോർ എ ബോൾ. ഓക്കെ, അപ്പൊ അത് ഒറ്റ മിനിറ്റ് ഞാൻ സ്ട്രീം ലൈൻ ഫോർ എ ബോൾ. ഓക്കെ, ബോൾ ഈസ് മൂവിങ്. ഓക്കെ, ദ ബോൾ ഈസ് മൂവിങ്. അതിന്റെ കൂടെ താഴെ ബോൾ ഈസ് മൂവിങ് മൂവിങ് ലെഫ്റ്റ് ആൻഡ് റിലേറ്റീവ് വെലോസിറ്റി ടു ദ എയർ ഈസ് മൂവ് ബാക്ക്വേർഡ്. Okay, therefore the velocity of air above the body is larger and below it is smaller. Okay, അതായത് ഇത് ഈ ബോൾ ഇങ്ങനെ ടാൻ ചെയ്ത് കാണുമ്പോൾ അത് എന്താ സംഭവിക്കാം, അത് അതിനുള്ള എയറിനെ കൂടെ ഡ്രാഗ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ബോൾ എന്ത് ചെയ്യും, ബോൾ ഈസ് മൂവിങ് ലെഫ്റ്റ്, ബോൾ ലെഫ്റ്റിക്ക് മൂവ് ചെയ്യും.
ഓക്കെ, അതുകൊണ്ട് തന്നെ റിലേറ്റീവ് വെലോസിറ്റി ടു ദ എയർ ഈസ് മൂവിങ് ബാക്ക്വേർഡ്. അപ്പൊ ബോൾ താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ എയറിനെ പിടിച്ചിട്ട് വലിക്കും ബോൾ, അതുകൊണ്ട് തന്നെ എയറിന്റെ വെലോസിറ്റി താഴോട്ട് തന്നെ ആയിരിക്കും, മീൻസ് ലെഫ്റ്റ് ആയിരിക്കും. ഓക്കെ, therefore the velocity of air, അതങ്ങനെ ഇങ്ങനെ പിടിച്ച് എയറിനെ പിടിച്ചിട്ടും വലിക്കണോണ്ട് തന്നെ എയർ എബോവ് ദ ബോൾ ഈസ് വെലോസിറ്റി ഓഫ് എയർ എബോവ് ദ ബോൾ ഈസ് ലാർജർ. അപ്പോ ഈ എയറിനെ പിടിച്ച് ലെഫ്റ്റിക്ക് വലിക്കണോണ്ട് തന്നെ ഈ പന്തിന്റെ മുകളിലുള്ള ഭാഗത്ത് ഹൈ വെലോസിറ്റി ആയിരിക്കും, താഴെയുള്ള ഭാഗത്ത് ലോ വെലോസിറ്റി ആയിരിക്കും. സോ ലോ വെലോസിറ്റി ആകുമ്പോൾ എന്തായിരിക്കും, ലോ അല്ല ഇവിടെ ഹൈ വെലോസിറ്റി, ഇവിടെ എന്തായിരിക്കും ലോ വെലോസിറ്റി ആയിരിക്കും. ഓക്കെ ഓക്കെ, സോ ഇവിടെ ഹൈ വെലോസിറ്റി ആയിരിക്കും. അപ്പൊ ഇതിങ്ങനെ പിടിച്ച് വലിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഹൈ വെലോസിറ്റി ആയിരിക്കും. സോ ഇവിടെ ലോ പ്രഷർ വരും. സോ പന്തിന്റെ മുകളിൽ ഹൈ വെലോസിറ്റി, പന്തിന്റെ താഴെ ലോ വെലോസിറ്റി. ഓക്കെ, പക്ഷെ ഹൈ പ്രഷർ ആയിരിക്കും. സോ എയർ സ്ട്രീം ലൈൻ വിൽ ബി ക്രൗഡഡ് അബോവ് ദ ബോൾ. ഇതിങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ ക്രൗഡ് ചെയ്യാൻ കാരണം ഇങ്ങനെ ക്രൗഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. അതിന് കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഹൈ വെലോസിറ്റി ആണ്. ഇനി അക്കോർഡിംഗ് ടു ബെർണോളിസ് പ്രിൻസിപ്പിൾ, ബെർണോളിന്റെ അപ്ലിക്കേഷൻ ആട്ടോ, ദ ഡിഫറൻസ് ഇൻ വെലോസിറ്റി ഓഫ് എയർ result in the pressure difference between lower and upper phases and there is net upward force above in the ball. സോ എയർ ഡ്രാഗ് ചെയ്യുന്നതുകൊണ്ട് മോള് ഹൈ വെലോസിറ്റി, താഴെ ലോ വെലോസിറ്റി. ഹൈ വെലോസിറ്റിയുള്ള ഭാഗത്ത് ലോ പ്രഷർ വരും, അതേപോലെ ലോ വെലോസിറ്റിയുള്ള ഭാഗത്ത് ഹൈ പ്രഷർ വരും. ഇത് കാരണം ഹൈ പ്രഷറിന് ലോ പ്രഷർക്ക് ഒരു ഡൗൺവേർഡ് ഇങ്ങനെ ഒരു അപ്വേർഡ് ഫോഴ്സ് ബോളിന് അങ്ങോട്ട് കൊടുക്കും. ഓക്കെ, അങ്ങനെ ബോളിന് താഴേന്ന് ഒരു പ്രഷറും കിട്ടുമ്പോൾ ആ ബോൾ എന്ത് ചെയ്യും, ആ ഫോഴ്സിനെ ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറയാം. അങ്ങനെ ആ സാധനം അങ്ങോട്ട് സ്പിൻ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ വെലോസിറ്റി ഡിഫറൻസ് കാരണം പ്രഷർ ഡിഫറൻസ് വന്നു. ഹൈ പ്രഷറിന് ലോ പ്രഷർക്ക് എന്ത് ചെയ്തു, ഒരു ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കും. ഇവിടെ പറഞ്ഞ പോലെ നെറ്റ് അപ്വേർഡ് ഫോഴ്സും കൊടുക്കും. അത് കാരണം ഈ സാധനത്തിന് എന്ത് കിട്ടും, ഒരു ഡൈനാമിക് ലിഫ്റ്റ് കിട്ടും, ഒരു ഫോഴ്സ് കിട്ടും. അങ്ങനെ സ്പിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഡൈനാമിക് ലിഫ്റ്റിന് പറയുന്ന പേരാണ് മാഗ്നസ് എഫക്റ്റ്. ഓക്കെ, സോ ദ ഡൈനാമിക് ലിഫ്റ്റ് ഡ്യൂ ടു ദ സ്പിന്നിങ് ഈസ് കോൾഡ് മാഗ്നസ് എഫക്റ്റ്. ഓക്കെ, സോ ഇതോടുകൂടെ നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ഒരേ ഒരു ടോപ്പിക്കും കൂടെ ഇവിടെ ലെഫ്റ്റ് ഉണ്ട്, അതും കൂടെ അങ്ങോട്ട് പറയാം. ഓക്കെ, ലിഫ്റ്റ് ഓഫ് എയറോഫോയിൽ. ഓക്കെ, ലിഫ്റ്റ് ഓഫ് എയറോഫോയിൽ ഓർ എയർപ്ലെയിൻ വിങ്. ഓക്കെ, അപ്പൊ എയർപ്ലെയിൻ വിങ്, അത് വിമാനത്തിന്റെ ചിറകൊക്കെ ബെർണോളിസ് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. സോ നോക്കാം അത് എങ്ങനെ വരും. സോ ലിഫ്റ്റ് ഓഫ് എയർഫോയിൽ ഓർ എയർപ്ലെയിൻ വിങ്. സോ ഒരു എയർപ്ലെയിനിന്റെ വിങ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. കണ്ടിട്ട് അത് വിങ് ആണോ സംശയിക്കരുത്, അത് വിങ് തന്നെയാണ്. ഓക്കെ, സോ ഇതാണ് ഒരു വിങ്, എയർപ്ലെയിന്റെ വിങ്. സോ താഴെ ഭാഗത്ത് P2 പ്രഷർ ഉണ്ടാവും, അതേപോലെ മുകൾ ഭാഗത്ത് P1 താഴോട്ടും ഉണ്ടാവും. ഓക്കെ, പിന്നെ എയർ ഇങ്ങനെ ഡ്രാഗ് ചെയ്യും, അത് ഉറപ്പാണല്ലോ, എയർ ഡ്രാഗ് ചെയ്യാതൊരു പരിപാടി. സോ എയർ ഇങ്ങനെ വരും. ഓക്കെ, അത് നേരെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. എയർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, എയർ അല്ല എയർ. ഓക്കെ, അപ്പൊ എയർ ഇങ്ങനെ താഴോട്ടും ഒക്കെ വരുന്നുണ്ടാവും. ഓക്കെ, അതിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, അതെന്തായാലും പോവും. ഓക്കെ, സോ എന്താ നോക്കാം. ദ എയർപ്ലെയിൻ വിങ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. എയർപ്ലെയിൻ വിങ് ആണ് ഈ കാണിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇനി എന്താ പറയുന്നത്, ദ അപ്പർ സർഫസ്, മുകളിലത്തെ സർഫസ് ഇതാണ് അപ്പർ. ഓക്കെ, ഇതാണ് ലോവർ. ഓക്കെ, അപ്പർ സർഫസ് ഈസ് മോർ കർവ്ഡ് ദാൻ, എന്താ പറയാ, അപ്പർ സർഫസ് ഈസ് മോർ കർവ്ഡ് ദാൻ ലോവർ സർഫസ്. അപ്പർ സർഫസ് ലോവർ സർഫസിനെ വെച്ച് നോക്കുമ്പോൾ മോർ കർവ്ഡ് ആണ്. ഓക്കെ, ആൻഡ് ഈസ് ലീഡിങ് എഡ്ജ് ഈസ് മോർ തിക്കർ ദാൻ ട്രെയിലിംഗ് എഡ്ജ്. ലീഡിങ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ എഡ്ജ്, ഇതാണ് മോർ തിക്ക്. ഇതാണ് എന്താ പറയുക, ഇത് മോർ തിന്നാണ്. ഇതാണ് എന്ത്, ട്രെയിലിംഗ് എഡ്ജ്. ഇതാണ് ലീഡിംഗ് എഡ്ജ്, ഇതാണ് ട്രെയിലിംഗ് എഡ്ജ്. തുടക്കത്തിലുള്ള എഡ്ജിനെയാണ് ലീഡിംഗ് എന്ന് പറയാം, അവസാനത്തെ ട്രെയിലിംഗ് എന്ന് പറയും. ആസ് ദ എയറോപ്ലെയിൻ മൂവ് ഫോർവേഡ്, എയറോപ്ലെയിൻ ഇങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എയർ സ്ട്രീം ലൈൻ ആർ മോർ ക്രൗഡഡ് എബോവ് ദ വിങ് ബിലോ. നേരത്തെ പറഞ്ഞ പോലെ ഈ മുകൾ ഭാഗത്ത്, പന്തിനെ പോലെ തന്നെ മുകൾ ഭാഗത്താണ് മോറായിട്ട് എയറിന്റെ സ്ട്രീം ലൈൻ ഇവിടെയാണ് ക്രൗഡ് ആവുക. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള വെലോസിറ്റി എന്ത് ചെയ്യും, അക്കോർഡിംഗ് ടു ബെർണോളിസ് പ്രിൻസിപ്പിൾ ആ ഭാഗത്തുള്ള വെലോസിറ്റി കൂടും. പ്രഷർ എബോവ് ദ വിങ് ബിക്കം ലെസ് ദാൻ ദ പ്രഷർ ബിലോ ദ വിങ്. ഓക്കെ, സോ ഇതിലൂടെ ഇങ്ങനെ ക്രൗഡ് ആവും എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈ വെലോസിറ്റി ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ P1 താഴോട്ടായിരിക്കും, കുറവായിരിക്കും. അതേപോലെ താഴത്തെ വെലോസിറ്റി കൂടുതലായതുകൊണ്ട് ഇവിടുത്തെ P2 എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ ഹൈ പ്രഷറിന് ലോ പ്രഷർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കും. ഓക്കെ, സോ ഡ്യൂ ടു ദിസ് പ്രഷർ ഡിഫറൻസ് എ വെർട്ടിക്കൽ ലിഫ്റ്റ് ആക്ട് ഓൺ ദ എയറോപ്ലെയിൻ വിച്ച് ബിക്കം ഗ്രേറ്റർ ദാൻ ദ ഗ്രാവിറ്റി ആൻഡ് എയറോപ്ലെയിൻ ഈസ് ലിഫ്റ്റഡ് അപ്പ്. ഓക്കെ, സോ ഇവിടുന്ന് എന്ത് ചെയ്തു, ഈ പ്രഷർ ഡിഫറൻസ് കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു വെർട്ടിക്കൽ ലിഫ്റ്റ്, ഒരു ഹൈ ഫോഴ്സ് മുകൾക്ക് കൊടുക്കും. അത് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് എയറോപ്ലെയിൻ അങ്ങോട്ട് പൊക്കാൻ പറ്റും. സോ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇത്ര വലിപ്പമുള്ള ഒരു എയറോപ്ലെയിൻ എങ്ങനെ പൊങ്ങുന്നത്. സോ ഇങ്ങനെയാണ് പൊങ്ങുന്നത്. എന്താ വെച്ചാൽ എയർ സ്ട്രീം ലൈൻസ് മുകളിൽ വല്ലാതെ ക്രൗഡ് ആകുമ്പോൾ ഇവിടുത്തെ വെലോസിറ്റി കൂടും, ആ സമയം പ്രഷർ കുറയും, മുകളിലത്തെ താഴത്തെ പ്രഷർ കൂടും. സോ ഹൈ പ്രഷറിന് ലോ പ്രഷർക്ക് ഒരു ഫോഴ്സ് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കും. അത് കാരണം അത് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനേക്കാൾ കൂടുതലായിരിക്കും. സോ അതെന്ത് ചെയ്യും, അങ്ങോട്ട് ലിഫ്റ്റ് ചെയ്യും. സോ ഇങ്ങനെയാണ് എയറോപ്ലെയിൻ ലിഫ്റ്റ് ചെയ്യുക. സോ ഇതോടുകൂടെ നമ്മളെ ചാപ്റ്റർ കഴിഞ്ഞു. സോ വലിയൊരു ചാപ്റ്റർ നമ്മൾ തീർത്തിട്ടുള്ളത്. സോ താങ്ക് യു ഓൾ. നമുക്ക് എന്ത് ചെയ്യാം, ഈ അടുത്തൊരു സെക്ഷൻ വരുമ്പോൾ നോക്കാം.